നവാഗതനായ ബിനീഷ് കരിക്കിനെ സംവിധാനം ചെയ്ത് 2023 പുറത്തിറങ്ങിയ മലയാള സിനിമയായിരുന്നു പഴഞ്ചൻ പ്രണയം. ടോണി ഡേവിഡ് രാജ്, വിൻസി അലോഷ്യസ്, അസീസ് നെടുമങ്ങാട്, പവിത്രൻ, പ്രദീപ് കോട്ട എന്നിവരൊക്കെയായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പേരുപോലെ തന്നെ ഒരു പഴഞ്ചൻ ക്ലീഷേ സ്റ്റോറി തന്നെയാണ് സിനിമയ്ക്കുള്ളത്. കഥ കുറച്ച് പഴയതാണെങ്കിലും അത് വളരെ മനോഹരമായിട്ട് തന്നെ സിനിമ പറയുന്നുണ്ട്. അതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും നല്ല ഡെപ്ത് ഉള്ളതുകൊണ്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് അത്യാവശ്യം നല്ല രീതിക്ക് ആയതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു കൊച്ചു നല്ല സിനിമ തന്നെയാണ് പഴഞ്ചൻ പ്രണയം. എന്റെ കല്യാണം മുടങ്ങി. ഈ 70-ാം വയസ്സിലും കൂടെ നടക്കാൻ ഒരാള് വരിക എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമാണ് ശിവ. ജനനം 1947. പ്രണയം തുടരുന്നു. 60കളുടെ തുടക്കത്തിലൊരു വൃദ്ധസദനത്തിൽ ഒത്തുചേരുന്ന രണ്ടുപേര് തമ്മിൽ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നത് തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് ജനനം 1947 പ്രണയം തുടരുന്നു എന്ന ചിത്രം പറയുന്നത്. 60കളിലുള്ള പ്രണയത്തിൻ്റെ ഒരു കൊച്ചു മനോഹരമായ നിമിഷങ്ങളൊക്കെയാണ് സിനിമയിലുള്ളത്. ലീല സാംസൺ, ജയരാജ് കോഴിക്കോട്, അനു സിത്താര, ദീപക് പറമ്പോൾ, നോബി, ഇർഷാദ് എന്നിവരൊക്കെയാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. നവാഗതനായ അഭിജിത്ത് അശോകനാണ് സിനിമയുടെ കഥയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. ഗോവിന്ദ് വസന്തയുടെയാണ് സംഗീതം. 2024 പുറത്തിറങ്ങിയ ചിത്രം തിയേറ്ററിൽ വലിയ വിജയമൊന്നും ആയില്ലെങ്കിലും നല്ല അഭിപ്രായങ്ങളൊക്കെയായിരുന്നു സിനിമയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല സിനിമ തന്നെയാണ്. പരിതോഷ് ഉത്തമിൻ്റെ ഡ്രീംസ് ഇൻ പെർഷ്യൻ ബ്ലൂ എന്ന നോവലിനെ ആസ്പദമാക്കി ശ്യാമപ്രസാദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ആൻ അഗസ്റ്റിൻ, ഫഹദ് ഫാസിൽ, ശ്രീറാം രാമചന്ദ്രൻ, സിദ്ധാർത്ഥ ശിവ, സൃണ്ട എന്നിവരൊക്കെ അഭിനയിച്ച് 2013 പുറത്തിറങ്ങിയ മലയാള സിനിമയായിരുന്നു ആർട്ടിസ്റ്റ്. എല്ലാവരുടെയും എതിർപ്പുകളൊക്കെ അവഗണിച്ച് 2 ഫൈൻ ആർട്സ് സ്റ്റുഡൻസ് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും അവർക്കിടയിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ചില കാര്യങ്ങൾ എങ്ങനെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നതൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത്. പ്രണയ ജീവിതവും അതിനുശേഷം എങ്ങനെ വ്യത്യാസപ്പെട്ട് കിടക്കുന്നു എന്നതും ചിത്രം വളരെ ഇൻറ്റൻസായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നും അധികം ആരും കാണാത്ത മികച്ച ഒരു കലാസൃഷ്ടി തന്നെയാണ് ആർട്ടിസ്റ്റ്. ബിജിബാലാണ് ചിത്രത്തിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിന് ആ വർഷത്തെ മികച്ച സംവിധായകനും മികച്ച നായികയ്ക്കും മികച്ച നായകനുമുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും ലഭിച്ചിരുന്നു. കൂടാതെ മികച്ച സംവിധായകനും നായികയ്ക്കുമുള്ള ഫിലിംഫെയർ അവാർഡും ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്താ മുഖൊരു മമത മോഹൻദാസ്, ദിലീപ്, സമൃദ്ധ സുനിൽ, വിനീത്, ഇന്നസെന്റ്, ശ്രീനാഥ് ഭാസി, ഊർമിള ഉണ്ണി, അജ്മൽ അമീർ, ചിത്ര അയ്യർ, പ്രകാശ് ബാരെ എന്നിവരെയൊക്കെയാണ് നിരത്തി ശ്യാമപ്രസാദ് തിരക്കഥയിൽ സംവിധാന ഒരു റൊമാൻറ്റിക് ഡ്രാമ ചിത്രമായിരുന്നു അരികെ. സുനിൽ ഗംഗോപാധ്യായുടെ ഒരു ബംഗാളി ഷോർട്ട് സ്റ്റോറി ആണ് സിനിമ എടുത്തിട്ടുള്ളത്. സിനിമയുടെ സംഗീത സംവിധായകൻ ഔസേപ്പച്ചനാണ്. ഔസേപ്പച്ചൻ ഈണം നൽകിയിട്ടുള്ള സിനിമയിലെ എല്ലാ ഗാനങ്ങളും അൺറേറ്റഡ് ആണെന്ന് തന്നെ പറയാൻ പറ്റും. പ്രണയത്തെപ്പറ്റി 3 വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള 3 മനുഷ്യരുടെ തിരിച്ചറിവുകളും അനുഭവങ്ങളുമാണ് ചിത്രം പറയുന്നത്. സിനിമയുടെ ആദ്യത്തെ ഒരു 30 മിനിറ്റ് കുറച്ച് അച്ചടി ഭാഷയൊക്കെ പോലെ ആണെങ്കിൽ അതിനുശേഷം നമ്മൾ സിനിമയ്ക്ക് ഉള്ളിലേക്ക് ഇറങ്ങിച്ചേരാൻ സാധിക്കും. ഒരു സ്ലോ പേസിലാണ് കഥ പറഞ്ഞു പോകുന്നത്. ഈ സിനിമ എത്ര പേരുടെ ഫേവറേറ്റ് സിനിമയാണെന്ന് അറിയാനായിട്ട് യൂട്യൂബിലുള്ള കമൻസ് ഒക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ബാലചന്ദ്രൻ, ദയവായി ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. 2008 മമ്മൂട്ടിയെ നായകനാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കയ്യൊപ്പ്. ബാലചന്ദ്രൻ എന്ന മമ്മൂക്ക അവതരിപ്പിക്കുന്ന കഥാകാരനെ ചുറ്റിപ്പറ്റിയാണ് ചിത്രം പുരോഗമിക്കുന്നത്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന അയാളെ തേടി തന്റെ പഴയ കാമുകി പത്മയുടെ കോൾ എത്തുന്നതും തുടർന്ന് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. ഖുഷ്ബുവാണ് പത്മയെ അവതരിപ്പിക്കുന്നത്. സാഹിത്യത്തിൽ പൊതിഞ്ഞ മനോഹരമായൊരു പ്രണയകഥയാണ് രഞ്ജിത്ത് ഈ ചിത്രത്തിലൂടെ പറയുന്നത്. മുകേഷ്, ജാഫർ ഇടുക്കി, നീന കുറുപ്പ്, നെടുമുടി വേണു എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. 23 വയസ്സുകാരി പെൺകുട്ടിയല്ല പാടുന്നതെന്ന് ഓർമ്മ വേണം. ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് വിദ്യാസാഗറാണ്. മമ്മൂക്കയുടെ എന്റർടൈൻമെന്റ് പടങ്ങളൊക്കെ ഇറങ്ങിയ സമയത്ത് ഇറങ്ങിയത് കൊണ്ട് പിന്നെ കുറച്ച് സാഹിത്യം കൂടിപ്പോയത് കൊണ്ടൊക്കെ ആയിരിക്കാം ചിത്രം അധികം വേണ്ട രീതിയിൽ ശ്രദ്ധ നേടാതിരുന്നത്. അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. ഓക്കെ, ബൈ ബാലൻ. യു ടേക്ക് കെയർ.